വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രൈപ്പിംഗ് മച്ചാൻ. എന്താണ് മച്ചാൻ വരെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഞാൻ സിനിമ ഓൾറെഡി കണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് പോയത് പ്രകമ്പനം എന്ന സിനിമയ്ക്കാണ് പോയത്. ഗൈസ്, വിജേഷ് പാണത്തൂർ എന്ന് പറഞ്ഞ പുള്ളിയാണ് ഈ സിനിമ എഴുതിയിരിക്കുന്നത്. പൊളിപ്പടം മച്ചാനെ, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. കാരണം എന്തോ പറയുന്ന തിയേറ്ററിൽ കിടന്ന് ചിരിച്ച് നമ്മള് ആ ഒരു ഊപ്പാട് പോകും. ആ രീതിയിലാണ് അവന്മാർ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. കാരണം സംഭവം എനിക്ക് നല്ല രീതിയിൽ തന്നെ എനിക്ക് വർക്കൗട്ടായി. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ സാഗർ സൂര്യ പുള്ളിയുണ്ട്, പിന്നെ അതുപോലെ ഗണപതി, പിന്നെ അമീൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള പുള്ളിയാണ്. കാരണം അമീൻ്റെ ഒരുപാട് വീഡിയോ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പുള്ളിക്ക് ഇതിനു മുമ്പ് ഏതൊരു സിനിമ ഉണ്ടായിരുന്നു, പക്ഷെ അതിനകത്തേക്കാട്ടി കൂടുതൽ എനിക്ക് തോന്നുന്നു ഇതിനകത്താണ് ഒരു ഇച്ചിരി കൂടെ ക്ലിക്കായതെന്ന് എനിക്ക് തോന്നുന്നത്. സംഭവം കിടുക്കാച്ചി, ഒരു രക്ഷയില്ല. അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന നടിയുടെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. അതിനകത്ത് പുള്ളിക്കാരിയും എല്ലാവരും ഓവറോൾ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ഓരോ റോളും അവർ പേശകായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ജസ്റ്റ് ഒന്ന് പാളിപ്പോകാൻ പറ്റിയൊരു സംഭവമായിരുന്നു. പാളിപ്പോയേനെ. കാരണം എന്താ പറയുന്ന ആ ഒരു ഫൺ എലമെന്റ്സ് ഇതിനകത്ത് ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇത് പാളിപ്പോയേനെ. കാരണം ഞാൻ പറഞ്ഞില്ലേ, അതിനകത്ത് ആ ഒരു സംഭവം അവരെ ചെയ്തിരിക്കുന്നത് കൊണ്ട് അത് പൊളിയായിട്ട് കേടാ. ആ ഒരു ഹൊറർ കോമഡി എന്നുള്ള രീതി, അത് കോമഡി ആണെങ്കിലും ഒരുപാട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹൊറർ എനിക്ക് അത്ര അങ്ങോട്ട് വലിയ രീതി വന്നില്ലെങ്കിൽ തന്നെ, പക്ഷെ അത് ഒരു നൈസായിട്ട് രീതിയിൽ അവർ സെറ്റപ്പ് ആക്കി ചെയ്തിട്ടുണ്ടത്. ആ ഒരു രീതിയിലൊക്കെ എനിക്ക് പടം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യണം. പിന്നെ ചില സീനൊക്കെ ഉണ്ട്, എൻ്റെ മോനെ സാഗറിൻ്റെ കുറച്ച് സംഭവങ്ങൾ, മറ്റേ തള്ള വൈബ് സാധനങ്ങൾ, അതൊക്കെ മച്ചം പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2-2.5 മണിക്കൂർ നമുക്ക് അതിനകത്തിരുന്ന് അർമാദിക്കാം എന്ന് തന്നെ പറയാം. ഞാൻ ഇത്ര ലേറ്റായിട്ട് ഇടാൻ കാര്യം, ഞാൻ കുറച്ച് ദിവസമുള്ള സിനിമയ്ക്ക് പോയിട്ട് പിന്നെ ഇച്ചിരി മടിയായി സിനിമ ഇത് റിവ്യൂ ഇടാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്നിരുന്ന് ഇട്ടത്. എന്നാലും ഗായ്സ്, എനിക്ക് പടം ഒരുപാട് ഇഷ്ടപ്പെട്ട്. താങ്ക്സ് പ്രകമ്പനം ടീം. കാരണം ഇങ്ങനൊരു സിനിമ, കാരണം രോമാഞ്ചത്തിൻ്റെ അത്രയും വന്നില്ലെങ്കിൽ കൂടെ തന്നെ പക്ഷേ കൊള്ളാം. ഒരു ഒരു വെറൈറ്റി ഉണ്ട് സാധനം. ആ ഒരു ക്യാമ്പസ് ആണെങ്കിലും ആ ഒരു കോളേജ് വൈബ്, പിന്നെ നമ്മുടെ സുബിൻ ടാർസൻ പുള്ളിയൊക്കെ വേറെ ലെവല് കേട്ടോ, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു കോളേജ്, പിന്നെ കൊള്ളാടാ സംഭവം. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സാധനം, അല്ലെങ്കിൽ ചിരിക്കാൻ പറ്റിയതാണെങ്കിലും ഒരുപാട് സംഭവങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്ത്. എന്തായാലും പടം നല്ല രീതിയിൽ തന്നെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. എന്തായാലും നിങ്ങൾ കണ്ടവരാണെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയുക. നമുക്ക് എന്തായാലും അടുത്തൊരു സിനിമ റിവ്യൂ ആയിട്ട് വരാം.